ഇതിനു വേണ്ടി ഞാൻ വന്നിട്ടുണ്ടായില്ല. ഇതിനു വേണ്ടി ഞാൻ വന്നിട്ടുണ്ടായി. എന്നെ സെക്യൂരിറ്റി വേണ്ടി പുറത്താക്കിയിട്ടുണ്ട്. അല്ലേ, അയാളോട് ഞാൻ ചോദിച്ചിട്ട് അയാൾ പറഞ്ഞേ എന്നെ കയറ്റിയില്ല. ആദ്യം വന്നപ്പോൾ എന്നെ ഇവിടെ ഓപ്പണിംഗ് ആയിട്ടില്ലെന്നും പറഞ്ഞ് കയറ്റിയില്ലല്ലോ ഇവരാരും. മൂന്നാമത്തെ തവണയാണ് ഇപ്പോൾ എന്നത്. മനസ്സിലായ നാട് ഇങ്ങനെ നടന്നിങ്ങനെ തരുന്നുണ്ട്. എന്നിട്ട് ഇവിടെ ടിക്കറ്റ് കൗണ്ടർ ഇവിടെ എൻ്റെ ശ്രുതി എന്തെങ്കിലുമൊക്കെ പറയുന്നതിനകത്ത് കേൾക്കും. ഇത് ഡിലേറ്റ് പരിപാടിയില്ല. ഇവിടെ ടിക്കറ്റ് എടുക്കണം. അല്ല, ഇവിടുന്ന് ടിക്കറ്റ് എടുക്കണം. തിരക്ക് പറഞ്ഞിട്ടാ ശരിക്കും. ടിക്കറ്റ് റേറ്റ് അഡോൾട്ട് 70, 30, 100 രൂപ 70 ആക്കിയുണ്ട്. വീഡിയോ ക്യാമറ 750 രൂപ. 100 മാറ്റി. സുധേ ഇതിലാണ് വഴി. താമരയുടെ പഴുത്തലേക്ക് കട്ട് ചെയ്ത് കളയുന്നു. മീനുണ്ടെന്ന് തോന്നുന്നു. മീനല്ല, താമരയുടെ ഇല കട്ട് ചെയ്ത് കളയണം. ഇത് ലൈവ് എടുക്കണതല്ലേ? അതായത് മൊത്തത്തിൽ ഇതില് ഇതില് ഡിസ്പ്ലേ ആദ്യത്തെ കുറച്ച് നടന്നിട്ട് കാണുന്നതെന്ന് പറഞ്ഞു. അത് എനിക്ക് ബസ് വരും എന്ന് പറഞ്ഞു. അന്ന് ഞാൻ അവിടെ ഇറങ്ങിയപ്പോൾ എനിക്ക് ബസ് കിട്ടി. അത് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനത്തെ വഴിയല്ല, അതിന് വെയിലുള്ള വഴിയാണ്. ഇനിയിപ്പോൾ വേറെ കുഴപ്പമില്ല. ഇന്നത്തെ ദിവസം മഴക്കാരുള്ളതിൻ്റെ വലിയ കുഴപ്പമൊന്നുമില്ല. ഇവിടെ കഴിക്കാനുള്ള സംവിധാനമൊക്കെ അടിപൊളിയാണ്. ടോയ്ലറ്റ് ഫെസിലിറ്റീസ് അങ്ങനെയൊക്കെ അവിടെ ഉണ്ട്. എങ്ങനെയല്ല നടന്ന ആവശ്യമാവും. ഇപ്പോഴും പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്, കഴിഞ്ഞിട്ടൊന്നുമില്ല. നല്ല ഭംഗിയുണ്ടല്ലേ. ഫുഡ് കോർട്ടുകളൊക്കെ അടിപൊളിയാണ്ട, നല്ല സെറ്റപ്പ് ഉണ്ട്. ഇത് ഒരെണ്ണമൊന്നുമല്ല ഏട്ടാ, വേറെ ഉണ്ട്, കുറേ ഉണ്ട്. നല്ല അടിപൊളിയായിട്ടുള്ളതാണ്. ടോയ്ലറ്റും ഉണ്ട്. ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. നട്ടതല അതിൻ്റെ ഇല കട്ട് ചെയ്ത് കളയുന്നതാണ്. നല്ല കളറല്ലേ, നല്ല ഭംഗിയില്ലേ. സഹസ്രതലം ഒന്നും വേണമല്ലേ അല്ലേ? അതിൻ്റെ വിത്ത് വീഴാനാണ്ട. നല്ല അടിപൊളിയായിട്ട്. അത് കറങ്ങി വന്നത് ഇതിൽ ചുമ്മാ. കുടയുണ്ടെങ്കിൽ സുഖമായിരുന്നല്ലോ. മഴക്കാർ ഉള്ളതിൻ്റെ അല്ലേ അത്രയും ഡയറക്റ്റ് വെയിൽ കൊള്ളണല്ലോ. ഇന്നലെ ഫുള്ള് വെയിൽ കൊണ്ടതാണ്. ഇതുവഴി അതുവഴി ഇതിലെ ബസ് പോണ വഴിയാണ്. ഇതിലെ ബാറ്ററി വണ്ടി
ആ ബാറ്ററിയുടെ കേസ് അടിച്ചിട്ടാണ് തിരുവനന്തപുരത്ത് നിന്ന് കൊണ്ടുവന്നത്. ഇവിടെ ഇതുവഴി ഇങ്ങനെ എഴുതിയത് ദിസ് വേ. നമ്പ്യാർവട്ടം വേണ്ട, നമ്പ്യാർവട്ടത്തിൻ്റെ പവർ കൂടി ഇതല്ല യഥാർത്ഥ നമ്പ്യാർവട്ടം ഇല്ലത്. മുതല എവിടെ ഉണ്ട് കേട്ടാ, ഇതിനകത്താണ് മുതലുള്ളത്. ഇതിനകത്ത് പിലോപ്പി മീനൊക്കെ കിടപ്പുണ്ടിട്ടാ, അതാണ് മുതലേ ഉള്ളത്. മുതലതിനകത്ത് ഉണ്ടാവുമായിരിക്കും, കാണാൻ പറ്റില്ല. പുത്തൂർ സുവോളജിക്കൽ പാർക്ക്. മീൻ മുതലാണ് ഇതിനകത്തുള്ളത്. ചീങ്ങണ്ണിയാൻ മീൻ മുതല. ഗ്ലാസ് വഴി കാണാൻ പറ്റും. ചെല്ലിനെ കാണാം. എന്താ അവിടെ കിടപ്പുണ്ടല്ലോ പിലോപ്പിയുള്ള അവിടെ മുങ്ങി കിടക്കണവർക്ക് എന്താ ഇതിൽ പോയി കാണാം. പെട്ടി തിന്നോ തിരുവാൻ പറ്റും ഇല്ല. ഇവിടെ ഒരുത്തം കിടന്ന് ഉറങ്ങണ്ടത് എടുക്കുന്നുണ്ടോ, അതിനവിടെ താഴെ ഉണ്ട്. വെള്ളം ഫിൽറ്റർ ചെയ്തിരിക്കുന്നുണ്ട്. ആ ഫിൽറ്റർ ചെയ്ത് വീഴുമായിരിക്കും. വന്നതല്ലേ, അത് ഫിൽറ്ററിങ് ആയിരിക്കുള്ളൂ. അതല്ലേ ഒരു രാജമല്ലിയാണത്, അതായിരിക്കും. നിനക്കുണ്ടോ നോക്കണ്ടത്? ആ ഇതിനകത്ത് ആരുമില്ലേ? ആ ബസ് ആ ഒരു മയിൽ അവിടെ അവിടെ ഇവിടെ മയിലാണ് കേട്ടോ. ചുക്കർ വൻതത്ത ഇതൊക്കെ ഇതിനകത്തുണ്ട്. മയിലുണ്ട്, ഗോൾഡ് ഫെസലുണ്ട്, ലേഡി ആം ഫെസലുണ്ട്, നാട്ടുതത്തയുണ്ട്. ആ അത് മരെണ്ണ, മറ്റാണ് മലയെണ്ണ, മലയെണ്ണാങ്കുഞ്ഞ്. ഇതിനെന്ത് കൂട്ടിലിട്ടാണ്? ഇതിൻ്റെ കൂട്ടിലിട്ടാണ് എന്താണ്? അത് തുറന്ന് പോവുമല്ലേ? ആ എന്നെ വേറെയാണല്ലേ. ആ സൈസ് ആവുള്ളൂ അല്ലേ? അത് ആ സൈസ് ആവുള്ളൂ. പോക്കറ്റ് മങ്കി അത്ര ഉള്ളു. ഇതിലൊരു പോക്കറ്റ് മങ്കി എടുപ്പുണ്ട്. ഇത് പോക്കറ്റ് മങ്കി നോക്കിയത് നിന്റെ ബാഗിനിൽ ചെറുത് കാണാൻ പറ്റും. അത് മലയാണേ. ഇത് പോക്കറ്റ് മങ്കിയാണ്. നോക്കിയത് റേഡിയാക്കി ഇരിക്കുന്ന കുഞ്ഞുങ്ങൾ അത്ര ഓടുന്നത് പോക്കറ്റ് മങ്കി. വെള്ളത്തിൻ്റെ ടമാറിൻ കറുത്ത തലപ്പൂള്ള മാർക്കറ്റ് എന്ന് വെള്ളത്തിൽ മലയാണ്. അതൊന്നും അത് ഡയറക്റ്റാണ് കയറുമ്പോൾ പോകുള്ളൂ. എനിക്ക് എഡിറ്റ് ചെയ്യാനായിട്ട് നേരമൊന്നുമില്ല. അതൊന്നാ ഉണ്ടല്ലോ.
എടാ ഒരു സാധനം കഴിക്കല് ശ്രുതി ഇത് അത് രണ്ടും ജീവനുള്ളതല്ല ഉണ്ടാക്കി വെച്ചാൽ അത് കണ്ടൂടെ അതിനുണ്ട് ഇത് ജീവനില്ല ആയിരിക്കും ജീവനില്ല ഇത് പ്ലാസ്റ്റിക്കാണ് അത് ഈ വെള്ളത്തിൽ കിടക്കുന്നത് ഐറ്റങ്ങളൊക്കെ തുറന്നു വിടേണ്ടതാണ് ശരിക്കും അല്ലേ ഐറ്റങ്ങൾ മുട്ടിട്ടിട്ട് ആടിയിരിക്കുന്നതിനിടയിൽ പിടിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലെന്നേ ഈ ഐറ്റങ്ങളൊക്കെ തുറന്നു വിടണം അല്ലേ കൂടുതലാണ് അല്ലേ ആ ഐറ്റങ്ങളൊക്കെ പെട്ടതാണ് ആ നിനക്ക് ഇതിനകത്ത് നിന്ന് നോക്കട്ടെ കിട്ടും സുതി അതെ വേണ്ടേ ഇവിടെ മയിൽ കിടപ്പുണ്ട് മയിലിനൊക്കെ തുറന്നിടേണ്ട കാര്യമുള്ളൂ ഐറ്റങ്ങൾ ബസ് ഇവിടെ ഇത്തിരി കഴിഞ്ഞിട്ട് കിട്ടുള്ളൂ ബസ്സിന് പോകണമെന്ന് മൽബറി വെച്ചിരുന്നോ മൽബറി വേണോ മാനെ കണ്ടിട്ടാണ് ബസ്സിൽ കയറാൻ ആ മയിലിനെ ഞാൻ കണ്ട് സുഖി താക്കോലോട്ട് തുറക്കാനായിട്ട് എടി മുകളിലിരിക്കണെങ്കിൽ കൊക്കിരിക്കണെങ്കിൽ മറ്റേ കരി വീണെന്ന് തോന്നുന്നു പണി ചെയ്തപ്പോഴേക്കും അവശതയായി പോയി അതായത് ഓപ്പൺ ആവണതിന് മുമ്പ് തന്നെ ഇതായി ഏയ് വന്നത് ശരിക്കും അന്ന് ഞാനിങ്ങനെയൊന്നും വന്നില്ല ഞാൻ ബസ്സിൽ കയറി കിടക്കരുത് വെയിട്ടറവയിലല്ലേ കന്യാസ്ത്രീ കൊക്കണത് കണ്ട മടിഞ്ഞിരിക്കണണ്ട അല്ലേ ഒരു തലയെക്കൂടെ ഒരു ഇതൊക്കെ കിട്ടണം ഇത് അവിടെ എഴുതിയിട്ടുണ്ട് സ്മെല്ലേ വെൺപകം അത് മരമൊക്കെ ചെതിൽ പിടിച്ചു പോയി തോന്നുന്നു മരമൊക്കെ ചെതിലേറി പോയി തോന്നുന്നു പിന്നെ അത് എന്തെങ്കിലും ഉണ്ടാവും എവിടെ എന്തോ കണ്ടിട്ടുണ്ട് ഒരു ആ മറ്റേ സാധനം ഇരിപ്പുണ്ട് ആ അത് കൃഷ്ണപ്പരുന്ത് ചക്കിപ്പരുന്തിന് ആ പാടുണ്ടാവുമെന്ന് തോന്നുന്നു ആ വെളുത്തതേ അത് ഇവിടെ അപ്പം അത് ചക്കിപ്പരുന്തെന്നാണല്ലോ ഇവിടെ എഴുതിയേക്കണത് കൃഷ്ണപ്പരുന്ത് പറയണ ചക്കിപ്പരുന്ത് തന്നെ കൃഷ്ണപ്പരുന്ത് പറയണേ ശ്രീകൃഷ്ണപ്പരുന്ത് ബസ്സിന് തിരിയാൻ കഴിഞ്ഞിട്ടായിട്ടുള്ളൂ സുധി ബസ്സിൽ പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ട് കുറച്ച് നേരം കഴിയുമ്പോൾ ബസ് കിട്ടും ആ കൃഷ്ണപ്പരുന്ത് ഇവിടെയാണ് കൃഷ്ണപ്പരുന്തിനെ ഇതിനെ വേണമെങ്കിൽ കണ്ടോ ഇനിയിപ്പോൾ പണ്ട് ഈ കൂട്ടിലാണോ അതിൻ്റെ അകത്ത് വരാണ് പക്ഷേ ഞങ്ങളെ കൂട്ടി ഇവിടെ തീറ്റിട്ട് കൊടുത്താൽ തന്നെ ഞങ്ങൾ ഇവിടെ വന്നോളൂ അല്ലേ അതിനേറ്റ കുറച്ച് കഴിയുമ്പോൾ പോകുന്നു മറന്നു പോകുന്ന പ്രശ്നം എന്നോളൂ നിങ്ങൾ അതിനകത്തൊരു പറഞ്ഞിട്ടല്ല എന്തായാലും കറങ്ങി വന്നാണ് ഞങ്ങൾ
സുധി ചെയ്തടി നീർക്കാക്ക അത് വിചാരിക്കണ എന്ത് ചതിയാണ് ഞാൻ ചെയ്തെന്നാണ് ചോദിക്കുന്നത്. അത് ഞങ്ങളുടെ അല്ല നിങ്ങളുടെ ഇങ്ങോട്ട് പോയാ കൈയിട്ട് പിടിച്ചോളാം നീ പിന്നെ എന്നുള്ളതല്ല കേട്ടാ. കുഞ്ഞിതായിട്ട് ഇതുപോലത്തെ ഒരു മോന്താണ്. അയ്യോ എടുക്കല്ലേട്ടോ പിടിച്ച ഞാൻ ഇനി അങ്ങോട്ട് ഇങ്ങോട്ടാ നേരെ പോയിട്ട് റൈറ്റ് നേരെ പോയിട്ട് മറിഞ്ഞ് റൈറ്റ് അങ്ങനെ ഓടി നടന്നിട്ട് കാര്യം ഇവിടെ ഇതുള്ളൂ കേട്ടോ. കാണുന്നതൊക്കെ കണ്ടോളാം. ക്യാമറ വെച്ച് കഴിഞ്ഞപ്പോ ആ കുഞ്ഞിക്കുരങ്ങൊന്ന് പിടിച്ചിട്ട് പിടിച്ചിട്ട് ഇതിനൊക്കെ പിടിച്ച് സാമ്പാർ ഡീറൊക്കെ ഉണ്ട്. സാമ്പാർ ഡീറൊക്കെ ഇങ്ങാടുള്ളത്. ബസ് അവിടെ വരും. ഇതിനപ്പുറത്ത് കഴിഞ്ഞിട്ടുള്ള ബസ്. എന്നൊക്കെ വരുന്നുണ്ടാ സിമെന്റിന്റെ മുതല മുകളിലോട്ടുള്ള വഴി. സ്റ്റെപ്പ് കയറാത്തവർക്ക് അപ്പുറേ പോവാം. സ്റ്റെപ്പ് കയറണവർക്ക് ഇതിലേ കയറി പോവാം. എന്ത് മുതലുണ്ടാ? ഇരുമ്പിൻ്റെ മുതലാണോ? ആണോ? അവിടെ മുതല കിടപ്പുണ്ട്. അപ്പോൾ ഒന്ന് പോയി നോക്കാം. അവിടെ വെള്ളത്തിൽ കിടക്കരുത്. മറ്റേ കടിച്ചു കൂട്ടിയില്ലേ അതിന്റെ തലച്ചോറ് പുറത്താണല്ലോ. പാട്ട് പാട്ട് വെച്ചിട്ട് അടക്കുമ്പോൾ നല്ല രസം. വെയിലറിയുക. അതിന്റെ തലക്ക് എന്ത് പറ്റിയതാണത്? ആരെങ്കിലും കല്ലെറിഞ്ഞതാണോ? അടിപൊളി. ആ വേറെ മുതൽ കേട്ട് അതിന് കല്ലെറിഞ്ഞതല്ല. അതിന്റെ തലേമ വേറൊരു മുതല കടിച്ചാണ് വിശന്നിട്ട്. വേറൊരു മുതല പിടിച്ച് കടിച്ചാണത്. അങ്ങോട്ട് പുള്ളിമാനുണ്ടെന്ന്. പുള്ളിമാൻ അവിടെ നിന്നോ? ആ അവിടെ പ്ലാവലി ചേർക്കുന്നുണ്ട്. ഞാൻ മുകളിൽ പുള്ളിമാനി. ഇവിടെ പുള്ളിമാനാണ് അതിൻ്റെ ഉള്ളിലുള്ളത്. നമുക്ക് ഗ്ലാമറിനെ കൂടെ കാണാൻ പറ്റും. പ്ലാവലിനിട്ട് കൊണ്ടുപോകണം കേട്ടോ.
മുകളിലുണ്ട് മുകളിലുണ്ട് ചെറുടെ അകത്തോട്ട് കയറാൻ പറ്റുന്ന കയ്യിലേട്ടാ ശ്രുതേ പിന്നെ ദിവസം വന്ന ദിവസം വെയിലില്ലാത്തതിൻ്റെ പേരിൽ വലിയ കുഴപ്പമില്ല. വെയിലുള്ള ദിവസമാണെങ്കിൽ ഒരു രക്ഷ ഉണ്ടാവില്ല, സൂപ്പറായി പോകും. അങ്ങനെ സംഭവമുണ്ട്. അടിപൊളി പാട്ട് കേട്ട് ഇങ്ങനെ പോകാനായിട്ട് നല്ല രസമുണ്ട്. അടിപൊളിയാണ് കേട്ടോ. നല്ല സൂപ്പർ വരെ മുകളിലോട്ട് സുധി നല്ല രസമുണ്ട്. എടേ മൊബൈലിൽ പാട്ട് വെച്ച് ഹെഡ്സെറ്റ് വെച്ച് ഇതിൽ ഇങ്ങനെ നടക്കാൻ നല്ല രസമുണ്ട്. നല്ല രസമുണ്ട്. നല്ല വെളുത്ത് അല്ല വെളുത്തിട്ട് ഒരു ഡിസൈൻ ഇല്ല ചേട്ടാ, വെള്ള അങ്ങനെ വന്നത്. ഞാൻ അവിടെ നിർത്തിൻ്റെ കൊടുത്താണ്. വെയിലില്ലാത്ത കാരണം കൊണ്ടാണ് ഞാനന്ന് വന്ന് ഇവിടെ കിടന്നത്. ചക്രജാതം വലിച്ചിട്ട് പോയതാണ്. അല്ലേ ഈ ഒരു ക്ലൈമറ്റ് കിട്ടുകയാണെങ്കിൽ കുഴപ്പമില്ല, ഇത് വലിയ കുഴപ്പമില്ല. ഞാൻ വന്നന്ന് ഇത് വേറെ പനയൊക്കെ പോലത്തെ അടക്കാന്ന് വെച്ചാൽ വിൽക്കാൻ പറ്റിയ അടക്കല്ല, അത് വേറെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. തന്നെ ഇതാണ് ഈ ഇല്ലേ നന്നായത് കേട്ടാ. വീട്ടിൽ നിന്ന് എടുത്തിട്ട് കൊടുത്താൽ കാണാൻ ചേട്ടനെ. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ കണ്ണേട്ടൻ പറഞ്ഞു ചേട്ടാ സൂപ്പർ സാധനം പൊങ്ങാത്ത വെള്ളയിടുന്ന് പറയും. ജേടി ഏക്കണക്ക് മ്ലാവണ കഴുതണ ഇതെന്ത് മ്ലാവ് കണ്ടിട്ട് ഇവിടെ ഈ പച്ചപ്പ് മഞ്ഞ മച്ച ഇതിനകത്താണ് മറ്റേ സാധനം ഉണ്ടായത്. മ്ലാവുകളൊക്കെ അടിച്ചത്. മുകളിലാരണുള്ളേ അതന്നെ മുകളിൽ മ്ലാവുകൾ മുകളിൽ മ്ലാവ് ഇതിനകത്ത് കണ്ടോളാം. വെള്ളം നനച്ച് നല്ല അടിപൊളിയായിട്ട് കൊടുക്കുന്നുണ്ട്. ഇതാണ് കൃത്രിമ മുളയാണ് ഈ കാണിച്ചാണ് കേട്ടോ. ഇതാണ് കൃത്രിമ മുള. ഇത് ഭംഗിയില്ല ചെയ്താണ്. ഒറിജിനൽ മുളയാണ് വെട്ടർ ലെവലിൽ ചെയ്തിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട്. വേറെ ഒന്നുമില്ല, എല്ലാവരും താഴ്ത്തുനിന്ന് തിന്നാൻ വന്നേക്കണേ. എനിക്ക് അവിടെ ഇരിക്കുന്ന പോലെ ഇരിക്കില്ലേ വെള്ളക്കറങ്ങി.
ചെമ്പരത്തിപ്പൂവേ ചൊല്ലു ദേവനെ നീ കണ്ട പക്ഷെ ഇതിനകത്ത് ശരിക്കും അടക്കാരൻ തന്നെ വെച്ച് കൊടുത്താൽ മതിയായിരുന്നു. രണ്ട് വരുമാനം ഉണ്ടായിരുന്നല്ലേ പന വയ്ക്കുന്നല്ലേ അടക്കുണ്ടാവണതല്ലേ ആ പന ഓല വെച്ച് കെട്ടിയാണെങ്കിൽ സ്ഥിതി നല്ല അടിപൊളിയായിട്ട് ഷീറ്റ് ഇട്ടുണ്ട് കേട്ടോ. നല്ല അടിയിൽ അവർ വേറെ വർക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നല്ല അടിപൊളിയായിട്ട് ഷീറ്റ് കുരങ്ങുകളുടെ സൈഡ് സൈലൻറ്റ് വാലി സോൺ ഇതും കൂടി കയറിയിട്ട് ഇവിടെ ബസ് കിട്ടും കേട്ടോ. സൈലൻറ്റ് വാലി സോണിൽ പോയിട്ട് വരാം. സുധി തലയിൽ മുട്ടാതെ നോക്കണം കേട്ടോ. തലയിൽ മുട്ടേര് നടന്നു പോയിട്ടുണ്ട് എടാ. ഇവിടെയൊക്കെ മുട്ടിയിട്ടേ തലച്ചോറ് മറ്റേ കൊക്കിൻ്റെ കാട്ടം വന്നേക്കാൻ ആയിനാൾ വാങ്ങി. സാധനം മനസ്സിലായോ എന്താന്ന്? മനസ്സിലായോ? ഇതാണ് ചൂരൽ. ആ ചൂരലടിയത് ആ അതിന് ദേവ അതാണ് ചൂരല്. അതിൻ്റെ വെള്ളി വലയാണ് കേട്ടോ. ഈ വള്ളിയാണ് ചൂരല്. ഷീറ്റ് ഇട്ടേക്കാണ് കേട്ട് അടിപൊളിയായിട്ട്. അല്ല ചൂരലിൻ്റെ ഇതൊന്നും വള്ളി അങ്ങോട്ട് ആയിട്ടില്ല. എടി ഇതുമ്മ അങ്ങോട്ട് പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ അങ്ങാട് ഇങ്ങാട് നമ്മളെ പിന്നെ വിടൂല. അത്ര ലോക്കാണ്. എന്തൊരു വില എന്നറിയാമത്. അതിൻ്റെ മുകളിൽ ഇതിൻ്റെ ഇനി പള്ളക്കുന്ന ഒരു സാധനം വരും. ഇതൊന്നും എത്തിയിട്ടില്ല. അതൊന്ന് തൊട്ട് കഴിഞ്ഞില്ലേ ഒരു സംഭവം തന്നെയാണത്. ചൂരൽ കിട്ടിയ എന്താ അതോ ഇത് ഇത് മരം വന്നോണ്. ഇത് അടിയിൽ ഷീറ്റാണ്. ഇതൊക്കെ ഇവിടെ ഇരുമ്പാണ് ഇവിടെ. ആടിൻ്റെ മറ്റേ അടിയിൽ ഫ്രെയിം അടിച്ചിട്ടേ അടിയിൽ കമ്പി അടിച്ചിട്ട് ഇവരിട്ടേക്കാണ്. വേറെ മെറ്റീരിയൽ നല്ല ഹാർഡായിട്ടുള്ളത്. അതിലേ ഞാനൊരു അവിടെ കയറിയിട്ടുണ്ടായിരുന്നല്ലോ. നടക്കണമെന്ന് വെച്ചാൽ 2.5-3 കിലോമീറ്റർ നടക്കണം സുധി. ഇവിടെ മുള തന്നെ ഇവിടെ അടിച്ചിട്ടുണ്ട്. അല്ലേ പ്ലാസ്റ്റിക് അല്ല മുള. ഇതിൽ നോക്കി കഴിഞ്ഞാൽ നമുക്കൊരു കുരങ്ങുകൾ ആടാൻ മന സ്ഥലമാണ്. ഇവിടെ ഊഞ്ഞാലൊക്കെ കെട്ടിയിട്ടുണ്ട് അവർ. ഇവിടെ കുറേ സാധനങ്ങളൊക്കെ കൊണ്ട് ഇട്ടിട്ടുണ്ട്. ഇവിടെ കുരങ്ങളെ ഈ സാധാ കുരങ്ങൾ അതിൻ്റെയൊക്കെ ആവശ്യകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അവസ്ഥ നോക്കി അതിരുന്ന് ചിന്തിച്ച് ഇത് എന്ത് ഗതികേടായി നല്ല അവസ്ഥയാണ്. അല്ല അതൊക്കെ കൂടി വെയിലുകൊണ്ട് ഉപ്പടളി. എവിടെ ക്യൂ ഓടി എവിടെ എന്തായാലും ഐസ്ക്രീമിന് ക്യൂ പോണത് എന്താണ് കുടി പോണേ വെള്ളോ അതെനിക്ക് വേണ്ടെന്ന് പറയാം.
വേണ്ടേ? ചായ 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 ചായ. എനിക്ക് ചായ കുടിക്കാൻ വേണ്ടി എടുക്കാം. ഞാൻ ചായ പിന്നെ ചേച്ചിയാണ് പഠിക്കണേ. KSRTC സ്വിഫ്റ്റാണ്. സ്വിഫ്റ്റ് അപ്പുറ സൈഡിൽ ഇരുന്നോട്ടെ. വെയിൽ ഉണ്ടായാലും അതാണ് കാഴ്ചക്ക് കയറ്റി സ്ഥലം. ചേച്ചിയാണ് കണ്ടക്ടർ. വർഷങ്ങൾ പോയാലും വേറെ വന്നാലും അവരൊന്നും കയറിയില്ല. അവര് നടന്നു ടീമാണ്. എവിടെ അവര് ടിക്കറ്റ് എടുത്ത ഇതിങ്ങനെ കറക്കിക്കൊണ്ട് കിടക്കും. ഇതേപോലെ ഇങ്ങനെ കുറച്ച് യാത്ര കാണാം. അതങ്ങനെ യാത്രയാണ് കുറച്ച്. അതാണ് നടക്കുള്ളൂ. എല്ലാം വെയിൽ കൊണ്ട് നടക്കാൻ പടകളാണ്. അപ്പോൾ ഇങ്ങനെ കുറച്ച് കാണാം. ഇതേപോലെ നമുക്ക് റൈറ്റ് സൈഡിൽ കയറി ലെഫ്റ്റ് സൈഡിൽ കയറുന്നത് ഇതേപോലെ കാഴ്ച മാത്രമേ ഉള്ളൂ. അടുത്ത ഇത് കാട്ടുപോത്തിനെ കാണെങ്കിൽ റൈറ്റിലൊരു കാട്ടുപോത്ത് കണ്ട് ഇതേക്കണം. കാട്ടുപോത്ത് ഇത് കിടക്കുന്നത് കാട്ടുപോത്താണ്. സോക്സ് ഇട്ട കത്തുപോട്ട്. ഇലക്ട്രിക്കല് പെണ്ണാണ് കണ്ടില്ലേ? തിരുവനന്തപുരത്തോട്ട് കടുവ പുലിയൊക്കെ ഉണ്ട്. ഇതുവഴി ഇവിടെയുണ്ട് നല്ല അടിപൊളി റെസ്റ്റോറൻറ്റ് കാര്യങ്ങൾ, ടോയ്ലറ്റ് ഫെസിലിറ്റീസ്, സെറ്റ് ബസ്. കേരള 15 അടി ടയറൊക്കെ കൊണ്ടോ ഭയങ്കര വലിയ ടയറിൽ തന്നെയാണ് വന്നേക്കണേ. സുധി ഇറങ്ങിയ നീ കണ്ടപ്പോൾ കാണാമെന്ന് പറഞ്ഞപ്പോൾ ഇറങ്ങി. അതിൻ്റെ നടക്കണവരും ഉണ്ടാവും, നടന്നും വരാം. ഇത് ചന്ദനം കണ്ടാടി, ചന്ദനമുണ്ട്. ഇത് ചന്ദനം അതെ, വളമിട്ട് കൊടുക്കുന്നതാണോ? അല്ലെങ്കിൽ വളമിട്ടില്ലെങ്കിൽ വേറൊരു ഒരു മരത്തിനടിയിൽ അടുത്ത് നട്ടു കൊടുക്കും. പയറ് കണ്ടിട്ട് അതിൻ്റെ പയറിപ്പോ കടി പോലെ അതിൻ്റെ ഇടയ്ക്ക് അല്ലെന്നേ ഇത് അന്നേരം ശരിക്കും വേറെ നാട്ടിൻ്റെ കൂടെ നിന്ന് എടുക്കുള്ളൂ. അതെ അതെ ആ അനങ്ങൂല. ഇതൊരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ വന്നിട്ട് അത് വെള്ളം കുടിക്കുന്നത്. ആ ഇവിടെയാണ് കടുവ നിങ്ങൾക്ക് വെള്ളം കുടിക്കുന്നത് സീനുണ്ടായിരുന്നത്. അവിടെ കിടപ്പുണ്ടാവും. അത് ചിലപ്പോൾ കൂട്ടിലായിരിക്കുള്ളൂ ആ സൈഡിൽ.
കൂട്ടിനകത്തോട്ട് പോയി ഇവിടെ കാണാനില്ലല്ലോ. പക്ഷെ നല്ല ചൂടുണ്ട്. ഒന്നാമത് വെയിലില്ല. മഴക്കാരുള്ളതിൻ്റെ പേരിലുള്ളൊരു ചൂട് മാത്രമേ ഉള്ളൂ. അതിൻ്റെ വലിയ കുഴപ്പമില്ല നടക്കാം. പിന്നെ ബസ്സും കാര്യങ്ങളൊക്കെ ട്രിപ്പ് അടിച്ച് വെള്ളമൊക്കെ പിടിച്ച് നിൽക്കുമ്പോൾ കുഴപ്പമില്ല. ഇവിടെയാണ് കടുവ വന്ന് കിടക്കാറ്. പക്ഷെ ഇന്നിപ്പോൾ വെയിലായതിൻ്റെ പേരിൽ കയറി പോയിരുന്നു ഒന്നാമത്തോട്ട്. അതെ മോളിൽ കിടപ്പുണ്ടെന്ന്. അവിടെ കിടക്കണം. ആ കൂടിൻ്റെ അവിടെ ആ കൂടിൻ്റെ അവിടെ കിടക്കണണ്ട. അവിടെ കാണാൻ പറ്റുന്ന അറിയില്ല. കണ്ടായിട്ട് ആ ജനലിൻ്റെ ജനലിൻ്റെ അവിടെ തല മാത്രം കാണാം. കണ്ട രണ്ടാമത്തെ ചെറിയ കള്ളിയില്ലേ ജനല് അവിടെ ഞാനും കാണാണ്ട ഇങ്ങനെ കിടന്ന്. ഇത്ര മാത്രമേ ഉള്ളൂ. ഇവിടെ ഒന്ന് വെള്ളം കുടിക്കാനുണ്ട്. ഇവിടെ കാര്യങ്ങളില്ല. ഇവിടെയും വെള്ളം കുടിക്കാനുള്ള സൗകര്യമുണ്ട്. പക്ഷേ ഇതിവിടെ വന്ന് കാണാൻ പറ്റുമോ ഇല്ല. അവിടെ കിടന്ന് അണയ്ക്കേണ്ട പുള്ളിക്കാരൻ. പക്ഷേ ഇല്ല. പക്ഷേ ഇതേപോലെ വെള്ളമൊക്കെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അത് മാത്രമേ ഉള്ളൂ അവിടെ. അതിനെ ഓടിക്കാനാണോ? അത് ഇവിടെ പൊക്കത്തോണ്ട് നടക്കും. അടുത്ത സ്ഥലത്തൊരു നമ്മളിവിടെ കൊടുത്ത് നടക്കും. അവിടെ കിടപ്പുണ്ടിട്ടാ. തല മാത്രം കാണാം. അതേനെ വരണം. ഇവിടെ ഒരാൾ മീൻ തന്നിട്ട് മോന്ത ക്ലീൻ ആക്കണ്ടിട്ടാ. ഇത് കണ്ടില്ല. ഇവിടെ കിടപ്പുണ്ട് ഒരാൾ നല്ല അടിപൊളിയായിട്ട്. നല്ല അന്തസ്സായിട്ട് കിടന്ന് ക്ലീനാണ്. ഇതേ എടുക്കണ്ടേ. സിംഹം തീരില്ലെന്ന്. സിംഹം വന്നിട്ടില്ല. അപ്പോൾ ഇവിടെ കട്ടുപോത്ത് ഇന്ത്യൻ ഇവിടെ ഉണ്ടാവില്ലേ? ഇവിടെ ഇല്ല. അത് അവിടെ പോയി നോക്കാം. ഞാനിത് അങ്ങോട്ട് പോയി നോക്കട്ടെ. ഇതാ വഴിക്ക് നിന്ന് പോയി നോക്കട്ടെ. കാട്ടുപോത്ത് അവിടെ കണ്ടോ? പുറത്തു നിന്നുള്ള ഭക്ഷണം നോൺ എൻട്രി. ഓടാൻ പറ്റില്ലെന്നാണോ? നോൺ എൻട്രി ആണോ? നോൺ എൻട്രി ആണോ? ഇതിൽ നോ എൻട്രി എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ പോയി നോക്കട്ടെ. കണ്ടു, വായിച്ചു. അത് ഇവിടെ അല്ലേ? ഇവിടെ ഉണ്ട് കാട്ടുപോത്ത്. ഇവിടെ നിന്നാൽ കിട്ടുമോ നോക്കട്ടെ. ഇവിടെ നിന്നാലും കിട്ടില്ല. അവിടെ നിന്ന് ഇവിടെ നിന്നാ കിട്ടുമെന്ന് ചോദിച്ചു. ആ തൊഴുത്ത് എവിടെയാണ്? വെള്ളം കുത്തിയത് അങ്ങാടിന് ഒട്ടകം ഇതിൻ്റെ പോകേണ്ടത്. ആ ബസ്സിന് ഉള്ളേ.
ഹിപ്പോ അതുപോലെ മുറി അതൊക്കെ ഉണ്ട്. ഇതിനെ കണ്ടിട്ട് നിങ്ങൾ ഇവിടെ ക്യാൻറ്റീനിൽ വെച്ചിരുന്നത് ബസ് വരും കേട്ടോ. ബസ് വരും. ഒട്ടകപക്ഷി ഹിപ്പോപ്പൊട്ടാമസ് ഒക്കെ ഈ സ്റ്റോപ്പിലാണ്. ഒട്ടകപ്പക്ഷി, ഏമോ, മറ്റുള്ള സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഒട്ടകപ്പക്ഷി ഇവിടെ ഉണ്ട്. വേറെ വെച്ച് വന്നിട്ടുണ്ടല്ലോ ഇവിടെ. ഒട്ടകപ്പക്ഷിയുടെ അടുത്തോട്ട് പോകാനുള്ള മാർഗം പ്രവേശനം നിർവഹിച്ചിരിക്കുന്നു. ഇവിടെ ഒട്ടകപ്പക്ഷി ഉണ്ട് കേട്ടോ. ഇത് അവിടെ ഒട്ടകപ്പക്ഷീനെ കാണാൻ പറ്റുമെന്ന് അറിയില്ല. അതേത് അവിടെ നിൽക്കേണ്ടത് രണ്ടെണ്ണം കേൾക്കണണ്ട. ഇടാ 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 ഇവിടേക്കാ ഇവിടേക്കാ ഇടാ. ഇലക്ട്രിക് ബസ് രണ്ടെണ്ണം കിടന്നു. ഒട്ടകപ്പക്ഷി. അപ്പോൾ ഇവിടുത്തെ ഹിപ്പോ കിടപ്പണമെന്ന് പറഞ്ഞാൽ അതിനെ കൂടി പോയി കാണാം. നമുക്ക് ഹിപ്പോനെ നമുക്ക് അങ്ങനെ കാണണമെന്നില്ല, എങ്കിലും നമുക്ക് പോയി നോക്കാം. ഇവിടെ നല്ല അടിപൊളിയായിട്ട് പാനോല വെച്ചൊക്കെ നല്ല ഹട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് നല്ല സ്റ്റൈലായിട്ട് ചെയ്ത് ഇവിടെ ഉണ്ടല്ലേ. അതെ, ഹിപ്പോനെ കാണാനുള്ള ഹട്ടാണിട്ടത്. ജസ്റ്റ് ഇതിലേക്ക് ഇറങ്ങിയിട്ട് കയറാം. കയറി ഇങ്ങനെ വന്ന് ഇങ്ങനെ വന്ന് വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്നുണ്ട്. ഇവിടെ ഒരു ഹട്ടുണ്ട്. ഞാൻ യൂസ് ടോയ്ലറ്റൊക്കെ ഈ സ്റ്റൈലിലാണ് ചെയ്തേക്കണം. ഇവിടെ വെള്ളത്തിൽ മുങ്ങിക്കിടക്കുകയെന്നാണ് പറഞ്ഞത്. വെള്ളത്തിനടിയിലാണ് കിടക്കുന്നത്. ചെളി ഞാൻ വയ്ക്കുന്നത്. എവിടെ കണ്ടോ മുങ്ങിയത്? മുങ്ങിയൊക്കെയെന്ന് പറഞ്ഞത് നല്ല ഹിപ്പോ. ഇതിനകത്ത് മുങ്ങിയൊക്കെയെന്ന് പറഞ്ഞേ ഹിപ്പോൻ്റെ ഇതിനകത്ത് മുങ്ങിയെന്ന് ആരോ പറഞ്ഞു. വെള്ളത്തിനടിയിലോട്ട് പോയി. അപ്പോൾ ഇതിൻ്റെ അടിയിലോട്ട് മുങ്ങിക്കിടക്കിയെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ ചിലപ്പോൾ പൊന്തി വരുമായിരിക്കും. പൊന്തി 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 ഒരു രണ്ടുപേരും കൂടി അവരവിടെ പൊന്തിയിട്ടാ ഒരു വെള്ളത്തിൽ മുങ്ങിക്കിടക്കിയിരുന്നവർ. അപ്പോൾ അതില്ലേ, ഞാനേ കുറച്ച് നേരം കഴിവിട്ടാ ഒന്ന് അമ്പലത്തിൽ വന്നേക്കുന്നത് രാവിലെ തന്നെ. ഞാൻ ഇന്ന് എന്തായാലും എത്താം. എങ്ങനെയായാലും വൈകുന്നേരം ആയാലും എത്താട്ടാ. ഓക്കേ. അപ്പോൾ ഇവിടെ മുങ്ങിക്കിടക്കുകയാണ് ഹിപ്പോ. സാറേ, വാട്സപ്പിൽ സാറിൻ്റെ നമ്പർ ഇതിനകത്ത് കാണിക്കണില്ലല്ലോ. ഇത് കാണിക്കണില്ല. എനിക്കൊന്ന് ഹായ് വിട്ടേ. ഞാനിപ്പോൾ തന്നെ നമ്പർ അയച്ചുതരാം കേട്ടാ. അല്ല, അവനെ വിളിച്ചിട്ട് കിട്ടിയില്ല. ഞാനപ്പോൾ നമ്പർ ഇടാട്ടെന്ന് വെച്ചിട്ടാണ്. ഇതിപ്പോൾ തന്നെ സെറ്റാക്കാം കേട്ടാ. എനിക്കപ്പോൾ ഞാൻ കുറേ നേരം ട്രൈ ചെയ്തിട്ട് സാറിൻ്റെ നമ്പർ ഇത് കാണിക്കണ്ടായില്ല. അതാണ് പറ്റിയത് കേട്ടാ. ഓക്കെ ഓക്കെ. ഇതിവിടെ വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്നുണ്ട്. ഇവിടെ ഹിപ്പോക്കാർ കിടക്കണം. വെള്ളത്തിൽ മുങ്ങിക്കിടക്കായിരുന്നവരിവിടെ. സുവോളജിക്കൽ പാർക്ക്. ഇവിടെയുണ്ട്. ഇതാണ് ഏമോ. ഇവിടെ ഏമോ ഉണ്ട്. ചിറകൊക്കെ പോയി തോന്നുന്നു.
അടിപൊളിയായിട്ട് ചെയ്യാം. എടാ ഒരു AC അയച്ചു കൊടുക്കാൻ പറ്റുമെന്ന്? ആ മാനേജർക്കില്ല, ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട്. പ്രസൻറ്റേഷൻ കോളേജിൻ്റെ അവിടെയാണ് കേട്ടാ. ആ സാറിൻ്റെ ആളുടെ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പം നിന്നെ വിളിക്കും കേട്ടാ. ഓക്കെ ഓക്കെ. അപ്പോൾ ദേ ഇവിടെ ഈ കിടക്കുന്നത് ഈ കുഞ്ഞുങ്ങളാണ്. പക്ഷേ ഞങ്ങൾക്ക് വെയിലിൻ്റെ ഭയങ്കര പ്രശ്നമുണ്ടെന്നുണ്ട്. വെള്ളമൊക്കെ തളിച്ച് കൊടുക്കുന്നുണ്ട്, പക്ഷേ വെയിൽ പ്രശ്നമാണ്. അപ്പം പുത്തൂർ സുവോളജിക്കൽ പാർക്കിലെ കാഴ്ചകളാണ് കേട്ടോ ഇന്ന് വന്നേക്കണം നമ്മൾ. അപ്പം ഇതിനകത്ത് എല്ലാ സാധനങ്ങളൊന്നും വന്നിട്ടില്ല, ബസ്സിൽ പോകുന്ന തരില്ല. ബാക്കി കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നുള്ളൂ. അപ്പം അങ്ങനെ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. എല്ലാവരും ബസ് ഇറങ്ങി തിരിച്ചു പോവുകയാണ്. നമുക്ക് അത് താമരത്തിക്കാട്ടെ നല്ല ജോലിയാണ്. വളം കൊടുക്കുന്നത് നിങ്ങളെ അകത്തുള്ള കാരണം സുഖമാണ്. വേഗം ഇറങ്ങി എടുക്കാൻ പറഞ്ഞത്. ഇതിൻ്റെ വിത്തെടുത്ത് വയ്ക്കാറുണ്ടോ? അറിയില്ലല്ലേ, നമുക്ക് അറിയില്ല. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ ഞാൻ ചോദിച്ചതേ